ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ? അതുപോലെ അന്ന് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരക്കാർ അന്ന് സോഷ്യൽ മീഡിയയിൽ മാപ്പുമായിട്ട് എത്തിയേനെ. വീഡിയോ സഹിതം കിട്ടുമായിരുന്നു. അന്ന് അതില്ലാത്തത് കൊണ്ട് വീഡിയോ കിട്ടിയില്ല എന്നുള്ളതാണ് ആകെയുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ദുരന്തമുണ്ടായിട്ട് ഒരു പള്ളി തകർന്നോ എന്തോ ആവട്ടെ, ഒരു ആരാധനാലയം തകർന്നു, അല്ലെങ്കിൽ അത് മണ്ണിനടിയിലായി എന്നൊക്കെയുള്ള വാർത്ത വരുമ്പോൾ അതിന് താഴെ ഇത്തരത്തിലൊരു കമന്റുമായി വരണമെങ്കിൽ ഈ മനുഷ്യരുടെ ഉള്ളിലുള്ള വെറുപ്പ് എത്രത്തോളം, അപരമത വിദ്വേഷം, അതല്ലേ ഇത്? മറ്റുള്ളവരോട് വല്ലാത്ത വിദ്വേഷം. സംഘപരിവാറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത അല്ലേ? എല്ലാവരോടും വെറുപ്പ. ഇവര് മാത്രാണ് എല്ലാം തികഞ്ഞ ആൾക്കാര്. ഗാന്ധിയോട് വെറുപ്പായിരുന്നു അല്ലേ? ഗാന്ധിയെ അങ്ങനെ വെടിവെച്ച് വീഴ്ത്താൻ കാരണം എന്താ? ഗാന്ധിയോട് വെറുപ്പാ. അല്ലാതെ ഗാന്ധി ഹൈന്ദവനല്ലാത്തതുകൊണ്ടായിരുന്നോ? ഗാന്ധി വെടിയേറ്റ് വീഴുമ്പോഴും ഹേ റാം 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 ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധി വെടിയേറ്റ് വീണത്. അപ്പൊ ഗാന്ധിയോട് വെറുപ്പായിരുന്നു. കാരണം എന്താ? ഗാന്ധി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വ്യക്തിയായിരുന്നു. ഗാന്ധി ബ്രിട്ടീഷുകാരന്റെ മുമ്പിൽ മാപ്പ് എഴുതി കൊടുക്കാത്തവനായിരുന്നു. ഗാന്ധി രാജ്യത്തിന് വേണ്ടി പോരാടിയവരായിരുന്നു. അതുകൊണ്ട് ഗാന്ധിയോട് വെറുപ്പായിരുന്നു. എല്ലാവരോടും വെറുപ്പ്. ഇവര് മാത്രം എല്ലാം തികഞ്ഞ ആൾക്കാർ. മറ്റു വിശ്വാസികൾ, മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ കണ്ടാ വെറുപ്പ്, ദളിതനെ കണ്ടാ വെറുപ്പ്, എല്ലാവരോടും വെറുപ്പ്, വെറുപ്പ് 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 വെറുപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ മനസ്സിലാകും. പക്ഷെ ഇത് സൈക്കാട്രിസ്റ്റ്, നമുക്കൊരു അസുഖം ഉണ്ടായാലല്ലോ നമ്മള് ഡോക്ടറെ അടുത്ത് പോവുക. എന്ത് അസുഖവും ആവട്ടെ, മെന്റലി ഓർ ഫിസിക്കൽ ഇൽനെസ് എന്തുമാവട്ടെ, ഇത് നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം ഒരു എന്താ പറയാ വെറുപ്പിന്റെ വക്താവാകാൻ വേണ്ടി പണിയെടുത്ത് ആയ വ്യക്തി അയാളെ ഡോക്ടറെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ലാതാ. അപ്പോ ഇതിന് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇത്തരം ആളുകള് നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കാരണം പിന്നിൽ നിന്നുള്ള കുത്ത് എപ്പോഴാ ഏൽക്കുക എന്ന് പറയാൻ പറ്റൂല. മുന്നിൽ നിന്ന് കുത്താൻ വന്ന എന്തെങ്കിലും കാണിച്ച് നമുക്ക് അതിനെ പ്രതിരോധിക്കാം. പക്ഷെ പിന്നിൽ നിന്ന് കുത്തിയാലോ, നോ വേ. കാരണം നമുക്ക് പിന്നിൽ കണ്ണില്ലല്ലോ, കണ്ണ് മുമ്പിലല്ലേ ഉള്ളത്. അതുകൊണ്ട് കണ്ണ് മുമ്പിലായതുകൊണ്ടാ മുമ്പ് എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ട് ഇത്തരക്കാരെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.